ക്രേസി ഹാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഇഡലിക്കും ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്വാദുള്ള ഒരു ചമ്മന്തി. പണ്ട് നമ്മുടെ അമ്മമാർ നമുക്ക് ദോശയുടെയൊക്കെ കൂടെ ഈ ഒരു ചമ്മന്തിയാണ് നമുക്ക് ഉണ്ടാക്കി തന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്വാദുള്ള ഈ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു പാൻ ഇങ്ങനെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടായ പാനിലേക്ക് നമുക്കൊരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വെളിച്ചെണ്ണയും ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ വറ്റൽമുളക് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ തണ്ടോട് കൂടി തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ തണ്ട് നമുക്ക് ലാസ്റ്റ് അത് കളയേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ആ സീഡ് അല്ലെങ്കിൽ അതിനകത്തേക്ക് ഇങ്ങനെ ആകെ ചെതറിക്കെടുക്കും. അപ്പോൾ നമുക്ക് ഈ മുളകൊന്ന് ഇതേപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് കോരി മാറ്റിയിട്ട് വേണം വേറെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത് കോരിയെ ഈ മുളകൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കടലപ്പരിപ്പ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാനൊരു അരിപ്പയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു 1/2 മിനിറ്റ് മാത്രം ഒന്ന് ഫ്രൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം മാത്രം ഇഞ്ചി 2 കഷ്ണമായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 10-15 ചെറിയ ഉള്ളി, പിന്നെ ഒരു കൈപ്പിടിയോളം നാളികേരം കൊത്തിയെടുത്തത്, ഇത് 3ഉം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതാണ്. അതല്ലെങ്കിൽ നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ബ്രൗൺ കളറായി പോവും. അപ്പോൾ ആ നാളികേരത്തിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ ഈ ഒരു കളറാകുന്നത് വരെ നമ്മൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറ്. ഇപ്പോൾ നമ്മളിട്ട നാളികേരവും ഈ ചെറിയ ഉള്ളിയും പരിപ്പും ഒക്കെ മൊരിഞ്ഞിട്ട് നല്ലൊരു വാസന വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറും ഈ ഒരു രീതിയിൽ ആകുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു തണ്ട് വേപ്പില. അതും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ചൂടിൽ തന്നെ ഇരിക്കുമ്പോൾ ഒന്നും കൂടി ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് നമുക്ക് കിട്ടും. അതിന് ശേഷം നമുക്ക് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ആ വേപ്പിലൊക്കെ കൂടി അങ്ങോട്ട് മൊരിഞ്ഞിട്ടേ നല്ലൊരു സ്മെല്ലാണ്, ഒരു രക്ഷയില്ല. അപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന നാളികേരത്തിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അത് നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ബ്ലെൻഡറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു ചമ്മന്തി നമുക്ക് വെള്ളം ചേർത്തും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, വെള്ളം ചേർക്കാതെ നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ മുളകിൻ്റെ ആ തണ്ട് ഒന്ന് കളഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. വെറുതെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഇതിലേക്ക് 3 മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം എരിവ് നമുക്ക് കിട്ടും. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പം നമ്മളുടെ ചമ്മന്തി ഈ ഒരു രൂപത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കാതെ ഇങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഈ ചമ്മന്തി നല്ല സൂപ്പർ ടേസ്റ്റാണ്. അത് നമ്മൾ ഒരുപാട് നമുക്ക് ചോറ് കഴിക്കാൻ തോന്നും ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ. പക്ഷെ ഞാൻ ഇതിനകത്തേക്ക് വെള്ളം ചേർത്തിട്ട് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ പറ്റിയ രൂപത്തിലുള്ള ലൂസായിട്ടുള്ള ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ചേർക്കണം. അതിനുശേഷം നമുക്കൊന്നും കൂടി അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ചേർക്കുന്ന ഈ വെള്ളം തിളപ്പിച്ചാറിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം. കാരണം നമ്മൾ ഇനി ഈ ചമ്മന്തി ഇനി തിളപ്പിക്കില്ല. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് അരച്ച് നോക്കണം. അതല്ലെങ്കിൽ ശരിക്കും അങ്ങോട്ട് നമുക്ക് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമുക്ക് വെള്ളം പോരുന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ടിത് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് അരച്ചെടുത്തപ്പോൾ നന്നായിട്ട് ചമ്മന്തി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് നമുക്ക് ഈ ചമ്മന്തി കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ
ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ലൂസാക്കാം. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. വളരെ എളുപ്പമാണ് നമുക്ക് ഈ ചമ്മന്തി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് കാച്ചി ഒഴിക്കണം. അതിനായിട്ട് നമുക്ക് ഒരു ചെറിയൊരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയും ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരല്പം മാത്രം കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് 2 വറ്റൽമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കുക. പിന്നെ ഒരല്പം വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മളുടെ ചമ്മന്തിയിലേക്ക് അതങ്ങോട്ട് എടുത്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്ര ഉള്ള പരിപാടി. വളരെ എളുപ്പമാണ് നമുക്ക് ഈ ചട്നി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ചട്നിക്കൊപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒനിയൻ ചില്ലി ദോശയാണ്. രണ്ടും കൂടി നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമ്മളുടെ കുഞ്ഞു മക്കളൊക്കെ ഇനി ദോശ ആവട്ടെ ഇഡ്ഡലി ആവട്ടെ അവർ കഴിക്കണില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ അവർ വയറ് നിറച്ച് ദോശ ആണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും മറ്റ് വടകളാണെങ്കിലും എന്തിൻ്റെ കൂടെ കഴിക്കാനും പറ്റിയ ഈ ചമ്മന്തി കൂട്ടി അവർ വയറ് നിറച്ച് ദോശ കഴിച്ചോളും, അല്ലെങ്കിൽ ഇഡ്ഡലി കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടാറ്റാ.